രാഹുൽ മാങ്കൂട്ടം 3 പെൺകുട്ടികളെയാണ് പീഡിപ്പിച്ചിരിക്കുന്നത്. 3 പെണ്ണുങ്ങളെ പീഡിപ്പിച്ചു. ഭയങ്കര പ്രതിഷേധം നടക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു. പാതിരാത്രിയിൽ ഹോട്ടലിൽ കയറിയാണ് ഒരു കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. എവിടെ നിൽക്കുന്നെന്നോ ഒന്നും അന്വേഷിച്ചില്ല. ഓടി ചെന്ന് അങ്ങ് ആരോ പറഞ്ഞു വെച്ചിരുന്ന എടുക്കാൻ ചെല്ലും കണക്കാണ് നമ്മുടെ പോലീസുകാരന്മാർ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതിൻ്റെ ഇടയിൽ പാർട്ടിക്കാർ തങ്ങളിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ കോടതിയിൽ ഹാജരാക്കിയാണ്. അപ്പോൾ ഭയങ്കര പ്രതിഷേധം നടക്കുകയാണ്. എങ്ങനെയാണെന്നറിയണ്ടേ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തല അതുപോലെ വെച്ചിട്ട് കോഴിയുടെ ഷേപ്പ് ആയിട്ട് വെച്ചും കൊണ്ട് ഭയങ്കര പ്രതിഷേധം നടക്കുന്നു. കോഴിയാണ് രാഹുൽ മാങ്കൂട്ടം നമ്പർ 1 കോഴിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ യുവമോർച്ച പ്രവർത്തകരാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ നമ്പർ 1 കോഴി എന്നൊക്കെ പിടിച്ച ട്രോഫിയുമായിട്ടാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിക്കാൻ നിൽക്കുന്നത്. തിരുവല്ല കോടതി പരിസരത്തു നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ ട്രോഫിയും പിടിച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ യുവമോർച്ച പ്രവർത്തകരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഷിജോ കുര്യൻ കൂടി ഈ ട്രോഫിയുമായി നിൽക്കുന്ന ആൾക്കാരുടെ സമീപത്ത് നിന്നും തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തല മുഴുവൻ കോഴിക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്ത പറയൂ ഷിജോ കുര്യൻ. SKN അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് പോലീസ് സംഘം തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് വരും. രാഹുലിന്റെ കസ്റ്റഡി അപേക്ഷയിൽ ഇന്നിപ്പോൾ തീരുമാനമുണ്ടാകും. വലിയ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കോടതി പരിസരത്ത് പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെയും യുവമോർച്ചയുടെയും അടക്കമുള്ള പ്രതിഷേധം ഇവിടെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒരു ചിത്രം വെച്ച ഒരു ട്രോഫി അടക്കമുള്ള സാധനങ്ങളുമായിട്ട് യുവമോർച്ച പ്രവർത്തകർ നിൽക്കുന്നതാണ്. അങ്ങനെ കോഴിയുടെ ചിത്രം വെച്ച കാര്യങ്ങൾ കൂടിയുണ്ട്. കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ MLA അവരുടെ ചിഹ്നത്തിൽ ജയിച്ച MLA ആണ്. ഇതാണിപ്പം പ്രതിഷേധം. രാഹുൽ ഇലക്ഷനിൽ നിന്ന് വിജയിച്ചു, MLA ആയി. MLA ആയപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് പറ്റണില്ല. അദ്ദേഹത്തെ ഈ MLA സ്ഥാനം രാജിവെപ്പിക്കുവാനായിട്ട് കോൺഗ്രസിന് നാളെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ദിവസവും ചാനലുകളുടെ മുന്നിൽ വന്നു നിന്ന് പ്രതിപക്ഷ നേതാവ് സദാചാരം പറയുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരു MLA ഇന്ന് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്ത്രീ പീഡകനാണ് രാഹുൽ. ഏറ്റവും വലിയ സ്ത്രീ പീഡകനാണ്. കൊള്ളാം. അപ്പം സ്ത്രീ പീഡകന്മാരെ കണ്ടിട്ടില്ലേ? ഈ പ്രതിഷേധം നടത്തുന്ന ആളുകളൊന്നും ഈ പീഡകന്മാരെ കണ്ടിട്ടില്ലേ? എത്രയോ സ്ത്രീകൾ പീഡനത്തിന് ഇരയാകുന്നു, ക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയാകുന്നു. അപ്പോഴൊന്നും ഇതൊന്നും കണ്ടില്ലല്ലോ. ഇപ്പം എന്താണ്ട ഇയാൾ ഇതിൽ നിന്നും MLA സ്ഥാനം ഏറ്റെടുത്തത് കൊണ്ട് അതിൻ്റെ അസൂയ മൂത്ത് മറ്റുള്ളവരെ ഇറങ്ങണതാണ്. അല്ലാതെ ഒന്നുമല്ല. ഇത് പാർട്ടി കളിയാണ്. മാങ്കൂട്ടത്തിൽ ട്രോഫി കൊടുക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അദ്ദേഹമാണ് ഈ ട്രോഫി ഏറ്റുവാങ്ങാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള, കേരളത്തിലെ അത്രയും അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തിയുമില്ല. അതുകൊണ്ട് ഈ ട്രോഫി തിരുവല്ലയിൽ വെച്ച് തന്നെ ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകും. തിരുവല്ലയിൽ വെച്ച് അങ്ങനെ ട്രോഫിയും കൊടുക്കാൻ പോവുകയാണ്. വലിയ ഏറ്റവും ഒരു ട്രോഫി ആയിട്ടാണ് പ്രതിഷേധം നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുഖ ഷേപ്പും വെച്ചിട്ട് കോഴിയുടെ ബാക്കിയുള്ള ഭാഗവും വെച്ചും കൊണ്ട് പ്രതിഷേധം നടക്കുകയാണ്. ഈ പ്രതിഷേധം നടത്തുന്ന എത്ര പേര് നമ്പർ 1 ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടം നമ്പർ 1 കോഴി എന്നല്ലാണ്. അതുക്കും മേലെ കോഴികൾ എത്ര എണ്ണം ഇതിൻ്റെ ഇടയിൽ കാണുമെന്ന്. അപ്പോൾ SKN അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ വേണ്ടിയാണ് കോഴിയുടെ ചിത്രം വെച്ച് ഒരു ട്രോഫിയുമായിട്ട് യുവമോർച്ച പ്രവർത്തകർ ഇവിടേക്ക് വന്നിട്ടുള്ളത്. തൊട്ട് താഴെയായിട്ട് DYFI പ്രവർത്തകർ കൂടി വരുന്നുണ്ട്. ആ ഒരു ദൃശ്യങ്ങൾ കൂടി നമുക്ക് പോകാം. കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായതാണ്. DYFIയുടെയും യുവമോർച്ചയുടെയും അടക്കം വലിയ DYFIയും കൊള്ളാം, എല്ലാം കൊള്ളാം. ഒരാളിൻ്റെ ഉയർച്ച കാണുമ്പോൾ മറ്റുള്ളവർ അസൂയപ്പെടുന്നു. ഇതാണ് അവിടെ നടന്നത്. അയൽവാസികൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ നാട്ടിലൊക്കെ അയാൾ നല്ല ഒരു മനുഷ്യനാണ്, നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കും. ഈ അയൽപക്കത്തൊക്കെ ഉള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മകനാണ്. അച്ഛൻ ഇതുപോലെ രാഷ്ട്രീയത്തിലുള്ള ആളായിരുന്നു. അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു രാഷ്ട്രീയത്തിൽ കയറാൻ. പക്ഷേ ഈ അച്ഛൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഈ മകൻ രാഷ്ട്രീയത്തിലോട്ട് കയറണം. വെറും പാവമാണെന്നാണ് പറയണത്. കല്യാണമൊന്നും കഴിഞ്ഞ പയ്യനൊന്നും അല്ല. അപ്പം ഈ പയ്യനെ ഈ സ്ത്രീകൾ കുടുക്കിയതാണ്.
രണ്ട് സ്ത്രീകൾ രംഗത്ത് വന്നിട്ട് മൂന്നാമത്തത് അടുത്തത് രംഗത്ത് വന്നു. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഇതാ ഈ MLA സ്ഥാനം ഏറ്റത് കൊണ്ടാണല്ലോ അതിന് ശേഷമാണ് ഇതിങ്ങനെ വരണത്. അപ്പം ഈ സ്ത്രീകളെ ആരോ പ്രേരിപ്പിച്ച് അവരെ ഇപ്പോഴും രംഗത്ത് കൊണ്ടുവന്നതാണ്. തോന്നിയിട്ടില്ല, നമുക്ക് അറിയത്തു. പിന്നത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇവിടുന്ന് പോയിട്ടുള്ള കാര്യം അറിയത്തില്ല. ഞങ്ങൾക്ക് നല്ല അഭിപ്രായമൊക്കെയാണ്, പക്ഷേ പൊതുസമൂഹത്തിൻ്റെ കാര്യം നമുക്കറിയത്തില്ലല്ലോ. അവനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല അഭിപ്രായമൊക്കെ ഉണ്ട്. പിന്നെ ഈ നാട്ടുകാരെ കുറിച്ച് പറയുന്നത് അവനെക്കുറിച്ച് നല്ലതേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ അവൻ ഇവിടുന്ന് പോയതിനു ശേഷം എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയത്തില്ലല്ലോ. അവന് വന്നപ്പം അവനെ അടിച്ചമർത്തുന്ന ആ പാർട്ടിയിലുള്ളവർ തന്നെയായിരിക്കും. കാരണം അവൻ വളർന്നു പോയാൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും രീതിയിൽ മോശം അഭിപ്രായം അവനിൽ നിന്നുണ്ടാവും. ശരിയാണ്, ചിലപ്പോൾ ആ പാർട്ടിയിലുള്ളവരും കൊടുക്കും, അതിലുള്ളവർ താഴ്ന്നു നിൽക്കണവർ കാണും, അവൻ്റെ ഉയർച്ച കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്തവരും കാണും. പേടി കൊണ്ടായിരിക്കാം പോകുമെന്നുള്ള ഉറപ്പുണ്ട്. ഇപ്പോഴും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അവൻ പോകുമെന്ന്. അപ്പം അതിൻ്റെ ഇതായിട്ടായിരിക്കാം അവനെ. അല്ലാതെ ഇപ്പം പണ്ട് നടന്ന ഒരു പ്രശ്നത്തിൽ ഇപ്പം എടുത്തിയാണ്ട കാര്യമില്ല. അപ്പം അവൻ മാത്രമല്ലല്ലോ തെറ്റ് ചെയ്തത്, ആ പോയ ആളും തെറ്റ് ചെയ്തതല്ലേ. ഇപ്പം ഞാൻ പറയട്ടെ, ഈ ഒരു പീഡനം എന്ന് പറയുമ്പം അതിനെ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നത് ആ പീഡനം നമ്മൾ പറയേണ്ടത്. ഒരു ആണും പെണ്ണുങ്ങളും സമത്വത്തോട് പോയി പീഡനം നടത്തുന്ന സംഭവത്തിൽ പീഡനം എന്ന് പറയാൻ പറ്റത്തില്ല ഒരിക്കലും. കല്യാണം കറക്റ്റ് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്നതാണെങ്കിൽ ശരിയാണ്, പീഡനമെന്ന് പറയാം. ഇത് ഈ പെണ്ണിൻ്റെ സമ്മതത്തോടു കൂടി ആണ് പോയിരിക്കുന്നത്. ഈ മറ്റേ 2 പെൺപിള്ളേരും അങ്ങനെ തന്നെ 3 എണ്ണമാണ് രംഗത്ത് വന്നിരിക്കണമെന്ന് പറയണം. അപ്പം ഈ 2 എണ്ണത്തിനെയും അതിൻ്റെ എന്തോ ഒരു ചെറിയ കേസായിട്ട് വന്ന് അത് വിട്ടയച്ചതാണ്. അപ്പം ഇത് വേറെ എന്തോ തെളിവായിട്ടൊക്കെയാണ് പോയത്. ഇതിനെ കുത്തിപ്പൊക്കി കൊണ്ടുപോയതാണ്. ഇപ്പം തട്ടിക്കൊണ്ട് പോയുള്ള പീഡന അല്ല, ഇതിപ്പോൾ പറയണ കേട്ടിട്ട് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു എന്നൊക്കെ ഉള്ള രീതിക്കാണ് പറയണത്. അല്ലെങ്കിൽ തന്നെ ഇയാൾ അങ്ങോട്ട് പോയപ്പോൾ എന്തിന് ഈ സ്ത്രീ ഇങ്ങോട്ട് വന്നു? ഈ സ്ത്രീ കുടുംബമായിട്ട് കഴിയുന്നതാണ്. കല്യാണം കഴിഞ്ഞ് ഭർത്താവ്, മക്കൾ, കുടുംബം മൊത്തം എല്ലാവരുമായിട്ട് കഴിയുന്ന ഒരു സ്ത്രീയാണ്. ആ ഒരു സ്ത്രീ ഇയാൾ വിളിച്ച് അല്ലെങ്കിൽ തന്നെ ഹോട്ടലിൽ എവിടെ വിളിച്ച് പീഡിപ്പിച്ചെന്നാണ് പറയണത്. അങ്ങനെ അങ്ങ് വരുമോ? ആ സ്ത്രീയുടെ സമ്മതത്തോടു കൂടിയാണ് നടന്നത്. അത് പിന്നെ എങ്ങനെയാണ് പീഡനമാവുന്നത്? ഉള്ള ഒരു പെണ്ണ് ഒരുത്തൻ്റെ കൂടെ പോകുന്നത് അത് പീഡനം എങ്ങനെയാ പറയാൻ പറ്റും? അത് ഒരിക്കലും പീഡനം ആവത്തില്ലത്. അവർ രണ്ടുകൂടെ സമ്മതിച്ച് ചെയ്ത പരിപാടിക്ക് അത് പീഡനം എന്ന് പറയാൻ പറ്റും. ഇപ്പം എന്തിനാണ് ഇങ്ങനെ പീഡനം എന്ന് പറഞ്ഞ് ഇറങ്ങിയ കാര്യം എന്തോ അതാണ് അന്വേഷിക്കുന്നത്. അപ്പം അവന് എങ്ങനെയെങ്കിലും തറ പറ്റിക്കണമെന്ന് ആ പാർട്ടിയിലുള്ള മുതിർന്ന ആൾക്കാർ ചെയ്യുന്ന പരിപാടി അല്ല, വേറെ ഒന്നുമല്ല. ഇവർ തന്നെ പറയുന്നതാണ്. ഇടതുപക്ഷം ചെന്ന് കയറി ചോദിച്ചു വാങ്ങുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. അവരുടെ പാർട്ടിയിലുള്ളവർ തന്നെ ഇവരെ ചതിക്കുന്ന, വേറെ ആരുമല്ല. ഈ 2-3 വർഷം ചിലപ്പോൾ അവൻ ജയിലിൽ പോയെങ്കിലും അവൻ ശക്തനായിട്ട് തിരിച്ചു വരും. ഉറപ്പായിട്ടും വരും. മൂത്തോളം ട്യൂഷൻ പഠിപ്പിച്ച് അതൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയും കൂടെ. നല്ല വ്യക്തിയാണ്, നല്ല കാരണം മോശമെന്ന് നമുക്ക് പറയാൻ ഒരിക്കലും പറ്റില്ല. അവൻ നന്നായിട്ട് പഠിപ്പിക്കുന്നതാണ്. ഞങ്ങളെ കാണത്തൊക്കെ ഭയങ്കര ജീവനാണ്. പക്ഷെ നമ്മുടെ ഇതുവരെ ഇവിടങ്ങളിൽ ഈ പ്രദേശത്ത് നല്ല ഞാൻ കേട്ടിട്ട് അവൻ മോശമായിട്ടൊരു അഭിപ്രായം മറ്റുള്ളവരോട് പറയുന്ന ഒരു ചിരിയിൽ ഒതുക്കി പോകുന്ന ഒരു മനുഷ്യനാണ്. ഒന്ന് തൊഴുത് ഒന്ന് ചിരിച്ചൊരു ചേട്ടാ അല്ല ചേച്ചി എന്ന് വിളിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഇങ്ങനെ ചെയ്യുമെന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, വിശ്വാസമില്ല. ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. അതാണ് മറ്റുള്ളവർ ചെയ്യിച്ചതാണ്. മറ്റുള്ളവർ ഇത് മനഃപൂർവ്വം ആ സ്ത്രീയെ കൊണ്ട് ചെയ്യിച്ചതാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാൾ ഉണർന്ന് പ്രവർത്തിക്കാത്ത സ്ത്രീ എന്തിന് ഇപ്പം രംഗത്തിറങ്ങി? ഇയാൾ MLA പദവി ഏറ്റെടുത്തത് കൊണ്ട്. അത് തന്നെ സംഭവം, അത് തന്നെ. ആ സ്ത്രീയുടെ സമ്മതത്തോടു കൂടിയാണ് ഈ 3 എണ്ണം അങ്ങനെ തന്നെ 3 എണ്ണത്തിന് ഇങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണ്. അപ്പോൾ ആ സ്ത്രീകളെ സമ്മതത്തോടു കൂടിയാണ് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കണത്. എന്നിട്ട് ഇപ്പം വന്ന് ഇന്നും കൊണ്ട് പറയണ് പിന്നെ പീഡനം. അത് ഒരിക്കലും അതിൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂല. സുരക്ഷയിലാണ് ബലാത്സംഗ കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടവുമായി. ബലാത്സംഗ കേസിലെ പ്രതിയാ? ഇതെന്തോന്ന് ന്യൂസ്? ബലാത്സംഗ കേസ് എങ്ങനെയാവും? ചില വാർത്തയല്ല അതിജീവിത ബലാത്സംഗ കേസ് എന്ന് പറയുന്നു. ബലാത്സംഗ കേസ് എങ്ങനെ ആവും? ഈ മറ്റേ ആ സ്ത്രീയുടെ സമ്മതത്തോടു കൂടി ചെയ്തതാണ്. അത് പിന്നെ എങ്ങനെയാണ് ബലാത്സംഗ കേസാവണത്? അതിജീവിത എന്ന് പറയണം. അതിജീവിത എങ്ങനെയാവും? ഒരിക്കലും പറ്റൂല. ഇതിനൊക്കെ പറയണ അവിഹിതമെന്നല്ലാതെ പിന്നെന്തോന്നാണ് പറയണത്?
ഇപ്പോൾ ഭർത്താവും കുട്ടികളും ഉള്ള ഒരു സ്ത്രീയാണ്. ഭർത്താവ് 2 ദിവസത്തിന് മുമ്പ് ഈ ന്യൂസിൻ്റെ മുന്നിൽ വന്ന് നല്ല മര്യാദയുള്ള ഒരാൾ. ഇപ്പോഴാണ് അയാൾ രംഗത്ത് വരണത്. ഇപ്പം എല്ലാവരും രംഗത്ത് വരണ ഇപ്പോഴാണ്. അയാൾ നല്ല ഒരു മനുഷ്യനായിട്ട് അയാളെ കൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെയാണ് ഇവള് ഹോട്ടലിലോ കണ്ട റൂം എടുത്ത് അതിനകത്ത് പോയത്. അപ്പം പിന്നെ എന്തോന്നാണ് പറയുന്നത്, ബലാത്സംഗം എന്നാണോ പറയണത്? പോലീസ് മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. 2 ബസ്സുകളിൽ നിറയെ പോലീസുകാരുണ്ട്. അതിൽ ഒരു ബസ്സിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിലുള്ളത്. അതുകൂടാതെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി നിരവധി പോലീസ് ജീപ്പുകളിലായും നിറയെ പോലീസുകാരുണ്ട്. അതായത് വഴി നീള പ്രതിഷേധം പോലീസിന് സംശയമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടി പോലീസിനുണ്ടായിരുന്നു. ഡിവൈഎഫ്ഐ യുവമോർച്ച ഞാൻ ചോദിക്കട്ടെ, ഇയാളെ മാത്രം എന്തിനാണ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകണം? ഇപ്പം ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു കാര്യം എന്ത്? അപ്പോൾ ഒരു വീട്ടമ്മ സംസാരിക്കുന്നുണ്ട്. ഒരു വീട്ടമ്മ കറക്റ്റ് പോയിന്റോട് കൂടി കാര്യം പറയുന്നുണ്ട്. ഇത് 10 ദിവസത്തിന് മുമ്പ് അങ്ങാണ്ട കേസായെന്നല്ലേ പറഞ്ഞു? ഇത് നേരത്തെ പരാതി കൊടുത്തു, ഇമെയിലായിട്ടാണ് പരാതി കൊടുത്തത്. അത് മനസ്സിലായി. 10 ദിവസത്തിന് മുമ്പ് കേസ് ഇതേപോലെ വന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴൊന്നും നടന്നതല്ല. അത് ഇപ്പോഴാണ് അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരണത്. ഇപ്പം 10 ദിവസം ആയോളൂ കേസ് കൊടുത്തിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള സംഭവമാണ്. അപ്പോഴും വെച്ച് നമുക്ക് അതിൽ വെച്ച് മനസ്സിലായിക്കൂടെ ഇത് വൈരാഗ്യത്തിൻ്റെ പുറത്താണെന്ന്. ഇത് ഞാൻ സപ്പോർട്ട് ചെയ്യണതുമല്ല. ഇയാൾ മനഃപൂർവ്വം പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് ബലാത്സംഗം ചെയ്തെങ്കിൽ അത് ശരിയാണ്. ഇത് 2 പേരും സമ്മതത്തോടു കൂടി ചെയ്തത് കൊണ്ടാണ് ഞാൻ അതിന് എതിര് പറയണത്. ഇല്ലെങ്കിൽ ഞാൻ പറയാനൊന്നും പോകില്ല. ഞായറാഴ്ച വരെ കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഈ രാഹുൽ മാങ്കൂട്ട ഇവരുടെ കണ്ണുമുന്നിൽ തന്നെ നടപ്പുണ്ടായിരുന്നല്ലോ പാലക്കാടായിട്ട്. അപ്പോഴൊന്നും പിടിക്കാൻ ഫുൾ തെളിവോ? ഇപ്പം ഞാനിപ്പോ ഒരു കേസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് കൊടുത്താലും നിമിഷ നേരം കൊണ്ട് ഇപ്പം അടച്ചിരിക്കുന്ന ജയിലിൽ നിന്ന് തീഹാറിലോട്ട് കൊണ്ടുപോകും. ആ ഒരവസ്ഥ ഇപ്പൊ രാഹുലിന് വന്നിരിക്കുന്നു. എനിക്കിപ്പോ രാഹുലിനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് പേഴ്സണലായിട്ട് നമുക്ക് ഒരു MLA എന്ന രീതിയിലേ അറിയൂ. പക്ഷെ ഒരാളെ തകർക്കുന്നതിന് ഒരു പരിധിയുണ്ട്. 35 വയസ്സുള്ള ഒരു മനുഷ്യൻ, അതിനും പ്രായം ചെന്ന് 80-90 വയസ്സുള്ളവന്മാർ അപ്പുറത്ത് പെണ്ണുപിടിയുമായിട്ട് ഇരിപ്പുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത ഒരു കറക്റ്റാണ്. ഇതിൻ്റെയൊന്നും കുഴി കാല് നീട്ടിയിരിക്കണ കിളവന്മാർ പെണ്ണ് പിടിച്ച് ഒരു വശത്തിരിക്കുകയാണ്. എന്നിട്ട് അവർക്കൊന്നും ഒരു ഇതുമില്ലേ. ഇപ്പം പെട്ടെന്ന് തന്നെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ പ്രശ്നമാ. അതുപോലെ തന്നെ ഒരാഴ്ചക്ക് മുമ്പല്ല, ഒരു 2-3 ദിവസത്തിന് മുമ്പ് ഇവിടെ സ്കൂൾ പിള്ളേരുടെ ഒരു വിഷയം വന്ന ഒരു പീഡനം. അതെന്തായി? ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നു, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇപ്പോഴത്തെ സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സുരക്ഷകളും കാര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. എന്തേ ആ കുട്ടിയുടെ കാര്യമാകാത്ത, വാളയാറിന്റെ കാര്യമാകാത്തതിന് എന്തോരം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇപ്പം നടക്കുന്നു. അതിനൊന്നും ഇല്ലാത്ത ഇമ്പോർട്ടൻസ് ഈ അവിഹിതത്തിന് എന്തിനാ? ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന അവിഹിതം എന്നാ. ഒരു പിന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി പറ്റിച്ചെന്ന്. അത് പിന്നെ എങ്ങനെയാ? വിവാഹം കഴിഞ്ഞ് ഭർത്താവും കുട്ടികളും കുടുംബമായിട്ട് കഴിയണ സ്ത്രീയെ എങ്ങനെയാണ് വേറൊരു വിവാഹം കഴിക്കാമെന്നും പറഞ്ഞും കൊണ്ട് വാഗ്ദാനം നൽകി പീഡിപ്പിക്കണത്? അതെവിടെ ന്യായമാണ്? പ്രേക്ഷകർ അഭിപ്രായം അറിയാനല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ എന്റെ അഭിപ്രായം ഒന്ന് പറയണ്ട. ഞാനിപ്പോ ഒരു ഭാര്യയാ. MLA എന്നൊരു വ്യക്തിയോട് ഞാൻ സംസാരിക്കാൻ, എനിക്ക് എന്റെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി, പറയാൻ വേണ്ടി ഞാൻ വിളിക്കുമ്പോൾ അയാൾ പറയാം ഒരു റൂം എടുക്ക്, അവിടെ സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ പോയി ഒരു റൂം എടുത്തിട്ട് അയാളെ വിളിച്ച് വീട് മുറിക്കകത്ത് കയറ്റുകയാണ് പതിവ്. അതാണ് ചെയ്യേണ്ടത്. കറക്റ്റ്. അതെന്തിനങ്ങനെ ചെയ്യണത്? അയാൾ ഇരിക്കണ സ്ഥലത്ത് പോണോ അല്ലെങ്കിൽ റൂം എടുക്കെന്ന് പറയുമ്പോൾ അവിടെ റൂം എടുക്കുമോ? അപ്പം എങ്ങനെയുള്ള സ്ത്രീയാണെന്ന് മനസ്സിലാക്കിക്കൂടെ? ഒരു ഹോട്ടലിൽ എവിടെയെങ്കിലും നിന്ന് റൂം എടുക്കും, നമുക്ക് 2 പേർക്കും അവിടെ കൂടാന്ന് പറയുമ്പോൾ അങ്ങ് പോവൂ? അല്ലേ എനിക്ക് വേണ്ടപ്പെട്ട, അല്ലേ എനിക്ക് എന്റെ ഘട്ടങ്ങളിലേക്ക് MLA പോകാമോ? നമ്മൾ ആ ഘട്ടത്തിൽ എന്തിനാ നമ്മൾ കൊണ്ടെത്തിക്കുന്ന ഒരു MLA? അയാളൊരു പുരുഷനാ. അയാൾ ചിലപ്പോൾ വരാൻ പറഞ്ഞെന്നിരിക്കും. ആ സ്ത്രീ എന്തിനു പോയി? MLA ആന്ന് പറഞ്ഞാലും മനുഷ്യരാ. മനുഷ്യന്റെ സാഹചര്യം ആരായാലും മുതലെടുക്കും. MLA അയാൾ ചെയ്തത് തെറ്റാ, അയാൾ പറയുന്നത് ചെയ്തത് ന്യായീകരിക്കുകയൊന്നുമല്ല. പക്ഷെ സ്ത്രീ എന്ന നിലയിൽ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്. ഈ പോലീസുകാർ ഇയാളെ പിടിക്കാൻ തുടങ്ങിയ സുകുമാരക്കുറുപ്പിനെ ആയിരുന്നെങ്കിൽ എന്നെ പിടിച്ചു പോയാനല്ലോ. എന്തൊരു ശുഷ്കമുണ്ട് ഈ പിടിക്കാന്. അയാളുടെ ഭാവിയെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ ഇതാണ് ഏറ്റവും വലിയ സംഭവം. എന്തെല്ലാം വലിയ വലിയ കാര്യങ്ങൾ നടക്കണം. പോലീസൊന്നും അതിലോട്ട് പോകുന്നില്ല. ഈ രാഹുലിന്റെ പിറക്കിന്ന് വിട്ടേന് ഉദ്ദേശം വേറെയാണ്. ഇന്ന് നോക്കിയോ, ഈ ചാനലുകൾ മൊത്തം ഇത് വെച്ച് കളിച്ചിട്ട് അയ്യപ്പന്റെ സ്വർണത്തിന്റെ മൊത്തം മൂടും ഇപ്പം. ഇതാണ് കറക്റ്റ് പോയിന്റ്. ഇന്ന് പറഞ്ഞാൽ
ഈ സ്വർണ്ണക്കൊള്ള നടന്നല്ലോ, ഇതിൽ വമ്പൻ സ്രാവുകളാണ്. അപ്പം കേസ് വഴിതിരിച്ച് വിടാൻ വേണ്ടിയിട്ട് ഇയാളെ പിറക്കേന്ന് പോയി. ഇതൊരു നിസ്സാര കാര്യം, ഒരു നിസ്സാര കേസ്, അതിൻ്റെ പിറക്കേന്നാണ് പോയിരിക്കുന്നത്. വാർത്തയിൽ രാത്രി പോലീസ് കടലേക്ക് വളരെ രഹസ്യമായ ഒരു MLA പിടിച്ചകത്തിടുമ്പോൾ ഒരു സ്ത്രീ ഈ സ്ത്രീകൾ മൊത്തം ഒരാളെ കണ്ടേ ഉള്ളൂ വിവാഹം കഴിക്കാത്ത, ബാക്കി മൊത്തം ഭാര്യമാരാ, മൊത്തം സ്ത്രീകളാ. ഇവരുടെ വിഷയം ഇവരെ ഇത് പീഡനമാണോ? പീഡനമാണെങ്കിൽ ഓക്കെ, ഇതൊരു ന്യൂസ് ആക്കിക്കോ. ഇത് പീഡനമാണോ? സുപ്രീം കോടതി വരെ ഉഭയകക്ഷി പ്രകാരം കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. ഇപ്പം വന്ന ഈ ഒരു കേസ്, ഇന്ന് ഈ പിടിച്ച കേസ് വർഷങ്ങൾക്ക് മുമ്പ് അയാള് കോൺഗ്രസിന്റെ വെറും പാർട്ടി നേതാവായ സമയത്ത് നടന്നൊരു വിഷയമാണ്. അതിപ്പം കൊണ്ട് ഇത്രയും നാൾ ആ സ്ത്രീ കോമ സ്റ്റേജിലായിരുന്നു. അത് ഓർമ്മയില്ലേ? ഇത്രയും കാനഡ വരെ പോയ ഒരു വ്യക്തിക്ക് ആ സ്ത്രീയുടെ ബോധം ഇത്രയും നാൾ ബോധമില്ലാതെ കിടക്കുന്നു, ഓർമ്മയൊക്കെ നശിച്ച് കിടന്ന് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. നല്ല നോട്ട് കണക്കിന് എണ്ണി കയ്യിൽ കിട്ടിയിട്ട് ചെയ്യിച്ച കാര്യമാണ്. കൊടുത്ത് നല്ല കെട്ട് കണക്കിന് ജീവിതകാലം മുഴുവനും ജീവിക്കാനുള്ള കെട്ട് കണക്കിന് കിട്ടി കൊടുത്ത്. അതുകൊണ്ടാണ് ഇപ്പം വന്ന് വെളിയിൽ വന്ന് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞു. ഒരു സങ്കടമില്ലേ ഇതിനെ ഉടനെ റിയാക്ട് ചെയ്യാൻ? നമ്മുടെ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് ബസ്സിൽ പോയിട്ടുണ്ടോ? ഇപ്പൊ ആരെങ്കിലും ഒന്ന് സ്പർശിച്ചെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങളുടെ പേരും പറഞ്ഞ് കേസ് കൊടുക്കും. സത്യം പറഞ്ഞാൽ പുരുഷന്മാരെ, ഞാൻ ഒരു സ്ത്രീയാ എങ്കിലും പറയാ, പുരുഷന്മാര് പേടിക്കേണ്ട സമയങ്ങളാ. ഇന്ന് രാഹുലാണെങ്കിൽ നാളെ വേറെ ആരെങ്കിലും ആയിരിക്കും. എനിക്കൊരു ഭർത്താവുണ്ട്, ആരും കുഞ്ഞുണ്ട്. ഒരു കാര്യം കറക്റ്റാണ്. ഇപ്പോൾ ഒരു ബസ്സിൽ പോയിട്ട് ഇപ്പോൾ സ്ത്രീകളെ ഒരേ ഒരു വേലയെന്ന് പറഞ്ഞാൽ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അടുത്ത് പുരുഷന്മാർ ചിലപ്പോൾ വന്നിരിക്കും, സീറ്റിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മാന്യമായ രീതിക്ക് ഇരുന്നാലും പറയണത് അവരെ വേറെ എന്തോ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് അവർ സോഷ്യൽ മീഡിയ വഴി പറയാണ്. അവർക്ക് അങ്ങനെ പറഞ്ഞ് മില്യൻ, ഇതപ്പം ഈ അടുത്തൊരു പെണ്ണിന് ഒരു സ്ത്രീക്ക് മില്യൻ അടിച്ച്, അങ്ങനെ ആളുകൾ ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നില്ല. പാവപ്പെട്ടവൻ വന്ന് വെറുതെ ഇങ്ങനെ ആ കമ്പിയിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളെ ശരീരത്ത് തൊട്ടതുപോലുമില്ല. അതിനു മുമ്പ് ശരിയാണ് ഇങ്ങനെ നടന്ന്. ആ സ്ത്രീ രംഗത്ത് വന്നത് കൊണ്ടാണ് ഇപ്പോൾ ഓരോ പെൺപിള്ളേർ ഇങ്ങനെ ആണുങ്ങളെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരണത്. ഈ ഒരു നാറ്റ കേസും പറഞ്ഞ് ഇതിൻ്റെ പിന്നാലെ പോകുന്ന നേരത്തിന് എന്തെല്ലാം വലിയ വലിയ കേസുകൾ നടക്കുന്നു. എത്രയെത്ര പെൺകുട്ടികൾ പീഡനത്തിന് ഇരയാകുന്നു, അവരെ തട്ടിക്കൊണ്ടു പോകുന്നു. അതുപോലെ തന്നെ ഇപ്പം ഈ ഇടയ്ക്ക് ഒരു നടിയെ 8 വർഷത്തിന് മുമ്പ് നടന്നതാണ്. ആ നടിയെ കൊച്ചിയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിലിട്ട് ഒരു 6-7 തടിയന്മാരുകൂടി അതിനെ പീഡിപ്പിച്ച്. ഇതൊക്കെയാണ് പീഡനം എന്ന് പറയുന്നത്. അതിനെയാണ് അതിജീവിത എന്ന് പറയുന്നത്. അല്ലാതെ എവളുമാർ ഇങ്ങനെ പോയി കിടക്കണോളാണ് അതിജീവിത. അത് എവള് പോയത് എവളെ ഇഷ്ടത്തോടു കൂടിയാണ് ആ ആളിൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിലും പോയിട്ടുള്ളത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എല്ലാം ഇഷ്ടത്തോടു കൂടിയാണ്. എന്നിട്ട് വന്നിരുന്നും കൊണ്ട് പീഡിപ്പിച്ച് അതിജീവിത എന്നൊന്നും പറയേണ്ട കാര്യത്തിന് വേറെ പേരാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾ പെറ്റ് പാളയിലിടുന്ന കുട്ടികളെ എത്ര എണ്ണത്തിന് 6 മാസം ആയത് തൊട്ട് കൊണ്ടുപോയി ഓരോരുത്തന്മാർ പീഡിപ്പിക്കുന്ന. അവന്മാർക്കൊന്നും ശിക്ഷ കൊടുത്തിട്ടില്ലല്ലോ. അവന്മാരെയൊന്നും ഇതുപോലെ കൊട്ടും കോഷമായിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് ജയിലിൽ അടച്ചിട്ടില്ലല്ലോ. എവിടെയെങ്കിലും കൊട്ടും കോഷം ഉണ്ടായിരുന്ന ഇതുപോലെ ട്രോഫി വിതരണം ചെയ്ത, ഇതുപോലെ കോഴി നമ്പർ 1 കോഴി എന്നും പറഞ്ഞ് ഇങ്ങനെ പിറക്കിയെന്ന് സമരം വിളിച്ച് നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ എത്ര പെൺകുട്ടികളെ കൊണ്ടുപോയി പീഡിപ്പിച്ചിട്ടുണ്ട്. വലിച്ചഴച്ച് കൊണ്ടുപോയി കാട്ടിൻ്റെ ഇടയിലും അവിടെ എവിടെയും കൊണ്ടുപോയി പീഡിപ്പിച്ചിട്ട് അതിനെയൊക്കെ കൊന്നുകളയണം. ഇതൊക്കെ എന്തുകൊണ്ട് നമ്മളെ പോലീസ് ഏമാന്മാർ കണ്ടുപിടിക്കാത്തതെന്ത്? ഇത് നമ്മളെ സർക്കാരൊക്കെ ഉണർന്ന് പ്രവർത്തിക്കാത്തതെന്ത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആ നടിയുടെ കേസിൽ തന്നെ അത് എന്ത് വേദന, അത് എത്ര വർഷം കൊണ്ട് അത് സഹിക്കണം. എന്നിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരെങ്കിലും പിടിച്ചാൽ, അതിന് കൊട്ടേഷൻ കൊടുത്തവരെ പിടിച്ചാൽ? ഇല്ലല്ലോ. അപ്പം ഇതിൻ്റെ ഇങ്ങനെ ആയിരുന്നാലും ഈ സ്വർണ്ണക്കടത്തിലായിരുന്നാലും ശബരിമല സ്വർണ്ണക്കടത്ത്, അപ്പോൾ അതിൻ്റെ കേസ് അതിലോട്ട് മാധ്യമങ്ങളായിരുന്നാലും അതിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കേസ് വഴിതിരിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീയെ കൊണ്ട് ആരോ ചെയ്യിക്കണ കഥകളാണ്. ഇതിൻ്റെ പിന്നിൽ വമ്പൻ സ്രാവുകൾ തന്നെ ഉണ്ട്. ഈ സ്ത്രീക്ക് നല്ല ഈരിപ്പതിന് കിട്ടിയിട്ടുണ്ട്, നല്ല കെട്ട് കണക്കിന് കിട്ടിയിട്ട് തന്നെയാണ് അവരിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. ഇതിന് പീഡനമൊന്നും അല്ലാതെ എവളെ അതിജീവിതയെന്നും വിളിക്കുന്നത് തന്നെ വെറും മോശം. ഇത് പീഡനമല്ല.